നിന്ന് കാറ്റുകൊണ്ട് തളർന്നു. മുടി അടി പിടിച്ചില്ല. മാറ്റി മാറ്റി വെള്ളം കുടിക്കുന്ന കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു സൈക്കിൾ ചവിട്ടി അങ്ങോട്ട് തളർന്നെന്ന്. ഉമ്മ നമുക്ക് വെളിയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി പഠിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങിയതാണ് കേട്ടോ. ഒരാൾക്കാണെങ്കിൽ വലിയ സൈക്കിൾ എത്തിയിട്ട് കുത്തുന്നുമില്ല, കുത്തിയിട്ട് എത്തുന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. ഇളയാളാണെങ്കിൽ തള്ളി പോകുന്നു സൈക്കിൾ. അതൊരു തള്ളുവണ്ടി ആക്കാനുള്ള ഒരു പ്രവർപ്പാടിലാണ് കേട്ടോ. നമ്മളെ മോന് 7 വയസ്സായ സമയത്തിന് അവന് ഗിഫ്റ്റ് കൊടുത്ത സൈക്കിളാണത്. അവനൊരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മേടിക്കണമല്ലോ. അവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുന്നത് 1 മാസം ഡിഫറൻസിലാണ്. മോന് ഏപ്രിലും മോള് മെയ്യിലുമാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളിനും എന്തായാലും അടുത്ത മാസം മേടിക്കണമല്ലോ. അതുകൊണ്ട് അവർക്കും നേരത്തെ വാങ്ങി കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ഒരു സൈക്കിൾ വെച്ചിട്ട് ഭയങ്കര അടിയാവും. അവർ കളിക്കാനായിട്ടല്ല, പഠിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരുത്തൻ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവനാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയവൻ. സൈക്കിൾ മറിയാനാകുമ്പോൾ ചാടി ഒറ്റ ഇറക്കമായിരുന്നു അവൻ. തള്ളലും ഉന്തലും കളിയും ഒന്നും പറയണ്ട. നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സ്കൂൾ അടച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് കുറച്ച് വൈബായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിക്കൊടുത്തതാണ്. ഇതിന് പഠിക്കുവോ കളിക്കുവോ എന്നുള്ളത് എനിക്ക് എന്നെ അറിയാൻ പാടില്ല. അവൻ ജനിച്ചിട്ട് ഇത് 6-മത്തെയോ 7-മത്തെയോ സൈക്കിളാണ്. അവളത് 3-മത്തെ സൈക്കിളാണ്. ഈ വീട്ടിൽ സൈക്കിൾ വാഴത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ട്യൂബിൻ്റെ ഒരു ടൈപ്പ് സൈക്കിളാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിനി എത്ര നാളെടുക്കും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഒരു 2 മാസമെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ഉപകാരം.